അവകാശങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാകുന്നതുവരെ ഇറാൻ ഹോർമസ് കടലിടുക്ക് വിടുകയില്ല. മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ കരാറുകൾ അതീവ ജാഗ്രതയോടെ തയ്യാറാക്കണം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തെ ഭയന്ന അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ അത്തരം യുദ്ധങ്ങൾ നേരിടാൻ പൂർണ്ണ സജ്ജരും പരിചയസമ്പന്നരുമാണ്. ഇറാന്റെ നാവികസേന നശിപ്പിക്കപ്പെട്ടു എന്നാണ് അവകാശവാദമെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കൻ കപ്പലുകളും സൈന്യവും ഹോർമസ് കടലിടുക്ക് മുറിച്ചു കടക്കാൻ ഭയപ്പെടുന്നത്? പഴയ ചർച്ചകളിൽ നിന്ന് വിപരീതമായി മറ്റുള്ളവർ നിബന്ധനകൾ വെക്കുന്നതിന് പകരം ഇപ്പോൾ ഇറാനാണ് മുൻകൂട്ടി നിബന്ധനകൾ നിശ്ചയിക്കുന്നത് എന്നാണ് ഇറാൻ പരമോന്നത നേതാവിൻ്റെ സൈനിക ഉപദേശകൻ മൊഹസിൻ റസായി വ്യക്തമാക്കിയത്. ഇറാന്റെ അവകാശങ്ങൾ ഉറപ്പാക്കാതെ ഇറാൻ ഹോർമസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾക്കും തയ്യാറല്ല എന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കൻ നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് ഇത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പേർഷ്യൻ ഗൾഫിൽ അമേരിക്ക നടത്തുന്ന പ്രകോപനപരമായ നടപടികൾക്ക് അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഏർപ്പെടുത്തിയ ഉപരോധത്തെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബുധനാഴ്ച ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അറാച്ചി ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തലിന് ശേഷമുള്ള മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾ വിവരിച്ച അദ്ദേഹം ഹോർമസ് കടലിടുക്കിലെയും പേർഷ്യൻ ഗൾഫിലെയും US നടപടികൾ നിലവിലെ സങ്കീർണമായ സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ വാഷിംഗ്ടണിലെ നിലപാടിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിനെ കുറിച്ച് അമേരിക്ക നിർദ്ദേശിച്ച പ്രമേയം അയുക്തികവും ഏകപക്ഷീയവുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. US പിന്തുണയുള്ള പ്രമേയത്തെ എതിർത്ത ചൈനയുടെയും റഷ്യയുടെയും നിലപാടിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഏപ്രിൽ 12 ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് ശേഷം ഇറാനും US തമ്മിൽ കൈമാറിയ സന്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനിയൻ ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും ഇന്ന് ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തും. ഇതിനായി അസിം മുനീർ ബുധനാഴ്ച ടെഹ്റാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടെഹ്റാനിലെത്തിയ അസിം മുനീറിനെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും സംഘവും സ്വാഗതം ചെയ്തിരുന്നു. ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെ അറാച്ചി അഭിനന്ദിച്ചു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിക്കൊപ്പമാണ് മുനീർ ടെഹ്റാനിലെത്തിയത്. സ്തംഭിച്ചു നിൽക്കുന്ന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി വാഷിംഗ്ടണിൽ നിന്നുള്ള പുതിയ സന്ദേശവുമായാണ് മുനീർ എത്തിയിരിക്കുന്നത് എന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ഗൾഫ് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കാൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ആരോപിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി അയൽ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കരുത് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയും ആവശ്യപ്പെട്ടു. ഈ 40 ദിവസത്തിനിടയിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അമേരിക്കക്കും സയനിസ്റ്റ് ഭരണകൂടത്തിനും ഈ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷയിലോ രാജ്യങ്ങളുടെ സുരക്ഷയിലോ ഒരു താല്പര്യവും ഇല്ല എന്നാണ്. അവരുടെ സാന്നിധ്യം രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി ചില രാജ്യങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയും ഇസ്രയേലിനെയും അനുവദിച്ചതിലും അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി. പേർഷ്യൻ ഗൾഫിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാന്റെ സാമ്പത്തിക മേഖലയെ വരിഞ്ഞുമുറുക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലറും വ്യക്തമാക്കി. ഇറാന് ആണവായുധങ്ങൾ ലഭിക്കുന്നത് അനുവദിക്കില്ലെന്ന വാഷിംഗ്ടണിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മില്ലർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രസിഡന്റ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സമാധാനം വേണം, ഒരു കരാർ വേണം. ഇറാൻ ശരിയായ പാത തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം അനുവദിക്കുകയും ഇല്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിലൂടെ ഇറാൻ വലിയ സൈനിക തിരിച്ചടി നേരിട്ടതായും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.